ഈ ഫ്ലൈ ഓവറിൽ ഒരുപാട് മലയാള ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഏകദേശം 90% ആൾക്കാർ മലയാളീസാണ്. ഗൾഫ് മലയാളികൾ ലുലു മാൾ, ബാംഗ്ലൂർ മലയാളികൾ ഫോറം മാൾ. ഹായ്, ഗുഡ് മോർണിംഗ് ബാംഗ്ലൂരു. അപ്പോൾ ഇന്ന് നമ്മൾ റൈഡ് പോവാണ്. ബാംഗ്ലൂരിലെ JC റോഡിലാണ്. ഒരു ഹെൽമെറ്റ് വാങ്ങേണ്ട പ്ലാൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം ഞങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാരാണ് കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഹെൽമെറ്റിൽ ഗോപ്രോൻ്റെ മൗണ്ടൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു പുതിയ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ നമ്മൾ മോട്ടോ വ്ളോഗിങ് സെറ്റപ്പൊന്നും കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, ഏകദേശം 10 മണിയായി. നല്ല മഴയായതുകൊണ്ട് നമ്മൾ ലേറ്റായി. നേരത്തെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. കാരണം സോഷ്യൽ ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്ത് പോകേണ്ടതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. ഷോപ്പിലൊക്കെ ആൾക്കാർ വരുന്ന മുമ്പ് നമുക്ക് അവിടെ എത്തി ഹെൽമെറ്റ് വാങ്ങി തിരിച്ചു വേണം. അപ്പോൾ നിങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഹെൽമെറ്റ് എടുക്കുന്ന വീഡിയോ ഏതൊക്കെ ഹെൽമെറ്റ് ഉണ്ട് അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഓക്കെ, എന്തായാലും എല്ലാവർക്കും താങ്ക് യു. എന്താ പറയുക, ഇത്തിരി നല്ല റെസ്പോൺസ് ഒക്കെ കിട്ടിയതിൽ. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് പോലെ അപ്പം നമ്മൾ മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ മഴ വന്നാൽ കണിയും, കാരണം നമുക്ക് DSLR നമ്മളെ ബാഗിലുള്ളത്. ഷോപ്പിൽ അവിടെ നല്ല ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഗോപ്രോയിൽ വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എന്തായാലും വാ നമുക്കിപ്പോൾ take my eyes open to force reality. Why can't you just let me eat my weight in glee? I live inside my own world of make-believe. Kids screaming in their cradles, profanities. Some days I feel scared. നമ്മളങ്ങനെ റിംഗ് റോഡിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ്. റിംഗ് റോഡ് കാണാം, IT-ൻ്റെ തലസ്ഥാനം. നമ്മളെ ബാംഗ്ലൂരിലെ IT-കൾ മൊത്തം ഉള്ളത് ഈ റോഡിലാണ്. ഈ റിംഗ് റോഡിൻ്റെ അങ്ങനെ നിങ്ങൾ മാന്യത തൊട്ടിട്ട് സിൽക്ക് ബോർഡ് വരെ പറയാൻ പറ്റില്ല, നമ്മളെ സെൻട്രൽ മാൾ, ബലണ്ടൂർ സെൻട്രൽ മാൾ വരെ ഫുള്ള് നമ്മളെ IT പാർക്സാണ്. ഒരുപാട് IT പാർക്ക്സ്. അപ്പം നിങ്ങൾക്ക് നേരെ അവിടെ കാണാം, അതാണ് ഹൊറൈസൺ കോളേജ്. ഒരുപാട് മലയാളികളൊക്കെ പഠിക്കുന്ന കോളേജ് അത്. പിന്നെ വെൽസ് ഫാർഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം ഞങ്ങൾക്ക് അറിയായിരിക്കും. അവർ ഭയങ്കര ഫേമസ് കമ്പനിയാണ് വെൽസ് ഫാർഗോ. രണ്ട് ബിൽഡിംഗ് ഉണ്ട്. നല്ല അടിപൊളി ബിൽഡിംഗ് കേട്ടോ, നല്ല ഡിസൈനാണ്. കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. റിംഗ് റോഡിൽ വിചാരിച്ച അത്ര തിരക്കില്ല. ഈ ഫ്ലൈ ഓവറിൽ ഒരുപാട് മലയാള ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടാ. പേരൊന്നും ഓർമ്മയില്ല. നമുക്ക് മെല്ലെ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ കമൻറ്റ് ചെയ്യും. നമുക്ക് അതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാം. മലയാള സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ ബാംഗ്ലൂരിൽ. അപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് സിൽക്ക് ബോർഡ് ജംഗ്ഷനിലാണ് കേട്ടോ. സിൽക്ക് ബോർഡ് വേൾഡ് ഫേമസ് ട്രാഫിക്കുള്ള സ്ഥലമാണ്. വേൾഡ് ഫേമസ് ആ ജംഗ്ഷനാണ് സിൽക്ക് ബോർഡ്. അപ്പോൾ നമ്മൾ അങ്ങ് സിൽക്ക് ബോർഡ് പോകുന്നില്ല, ഒരു യൂട്ടേൺ എടുത്തിട്ട് നേരെ മടിവാള വഴി ലാൽബാഗ് JC റോഡ്, അതാണ് നമ്മളെ റൂട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം മടിവാളൊക്കെ എത്താറായി. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മിനി കേരളമാണ്. മിനി കേരള വെച്ചാൽ കേരളത്തിലെത്തിയതൊക്കെ വിചാരിക്കണ്ട. 5 കിലോമീറ്റർ ഓടിയിട്ട് നമ്മൾ കേരളത്തിലെത്തിയെന്ന് വിചാരിക്കണ്ട. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മടിവാളയിലാണ്. അതായത് ഒരുപാട് മലയാളികൾ താമസിക്കുന്ന മടിവാള. ഇവിടെ ഏകദേശം 90% ആൾക്കാർ മലയാളീസാണ്. നമുക്ക് മുകളിൽ കാണാം, അതാണ് അയ്യപ്പ ക്ഷേത്രം. മടിവാള അയ്യപ്പ ക്ഷേത്രം വളരെ ഫേമസ് ആണ്. അപ്പോൾ നമ്മൾ മടിവാള അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അണ്ടർഗ്രൗണ്ടിലൂടെ തന്നെ പോകാം. നിങ്ങൾക്ക് അറിയായിരിക്കും ഫ്രണ്ട്സ് ട്രാവൽസ്. അതിപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലായിരുന്നു. അവിടെ പുതിയ ബിൽഡിംഗ് വരുന്നുണ്ട്. അവിടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ട്സ് ട്രാവൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കണ്ണൂർ മലബാർ സൈഡിലേക്ക് പോകുന്ന ബസ്സുകളൊക്കെ അവിടെയാണ് ബുക്കിംഗ്. മലബാർ സൈഡിൽ എല്ലാ ബസ്സും ബുക്ക് ചെയ്യുന്നുണ്ട് അവിടെ. അവർ ബുക്കിംഗ് ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ കൂടുതലും മലബാർ സൈഡിലെ എല്ലാ ബസ്സും അധികം ആൾക്കാരും ഫ്രണ്ട്സിൽ നിന്നാണ് ബുക്ക് ചെയ്യുക. ട്രാവൽസ് അവിടെ ആകുമ്പോൾ എല്ലാ ഇതും കിട്ടും. നമുക്ക് ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് വിളിച്ച് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ കൽപ്പക, അതുപോലെ എന്താ പറയുക, TK, ലാമ, എല്ലാ കല്ലട, എല്ലാ ബസ്സും നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്യാം. നല്ല സർവീസാണ്. നല്ല സർവീസ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, സാധാരണ മറ്റുള്ള ട്രാവൽ ഏജൻസിയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് പൈസ വാങ്ങിയാൽ ബുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ പിന്നെ അതില്ല. ഇവിടെ നിങ്ങൾ ഫോൺ ബുക്കിംഗ് അവൈലബിൾ ആണ്. അതായത് നിങ്ങൾ പോകുന്നതിൻ്റെ 1-2 ദിവസം മുമ്പേ വന്ന് അവിടെ പൈസ കൊടുത്തിട്ട് കൺഫേം ചെയ്താൽ മതി. ഇതാണ് മടിവാളയുള്ള കാത്തലിക്കിൻ്റെ ചർച്ചാന്ന് തോന്നുക. അതായത് നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ബിഗ് ബസാർ. ഇവിടുത്തെ മടിവാള എന്നൊക്കെ പറയാം, കോറമംഗല ബിഗ് ബസാർ. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഫോറം. അപ്പം നമ്മൾ ഗൾഫുകാർക്ക് ലൂലു എങ്ങനെയാണോ അതുപോലെയാണ് നമുക്ക്
കോറമംഗലയിലുള്ള ഫോറം മലയാളികൾക്ക് ഫോറം ഗൾഫുകാരെ ലുലു മാൾ ബാംഗ്ലൂർ ഗൾഫ് മലയാളികൾ ലുലു മാൾ ബാംഗ്ലൂർ മലയാളികളെ ഫോറം മാൾ. ഓക്കെ, ഫോറം മാളിന് പണ്ട് റെഡ് കളറൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി വെള്ളയും ഡാർക്ക് ഒരു ബ്ലാക്ക് കളർ ഷേപ്പിലൊക്കെ ആയി, ഒരു കളറിലൊക്കെ ആക്കിയിട്ട് ഇപ്പോൾ നല്ല മഞ്ഞായിക്കുന്നുണ്ട്. പാർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസിലൊക്കെ പാർക്ക് ചെയ്യാമല്ലേ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സംഭവമാണ് നിമാൻസ് ഹോസ്പിറ്റൽ. നിങ്ങൾക്കൊക്കെ നല്ല പരിചയം ഉണ്ടാവും, പരിചയം ഉണ്ടാവും. നിമാൻസ് ഹോസ്പിറ്റൽ അവിടെ ന്യൂറോളജിസ്റ്റിൻ്റെ ഒരു വലിയ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അവിടെ ഭയങ്കര ഫേമസ് ഹോസ്പിറ്റലാണ്. നമുക്ക് ഈ തലക്ക് സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖമൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അധികം ആൾക്കാർ ഇവിടെയാണ് അഡ്മിറ്റ് ചെയ്യുക. അതുപോലെ ആക്സിഡൻ്റായിട്ട് കേസുകളൊക്കെ ഡയറക്റ്റായിട്ട് പോകുന്നത് നിമാൻസിലാണ്. അപ്പം നല്ല പരിചയം ഉണ്ടാവും. അപ്പം നമ്മൾ നിമാൻസ് കഴിഞ്ഞു. പിന്നെ ചെറിയൊരു മഴ വരാനുള്ള ചാൻസൊക്കെ ഉണ്ട് കേട്ടോ. വീണ്ടും നല്ല ഡാർക്കായി വന്ന് ക്ലൈമറ്റ്. അപ്പം നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. കാരണം വെച്ചാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഗോപ്രോൻ്റെ അഡാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല. ബ്രാൻഡ് ഫാക്ടറി എൻ്റെ കല്യാണത്തിൻ്റെ ടൈമിലൊക്കെ ഞാൻ കുറേ ഡ്രസ്സൊക്കെ എടുത്ത് ബ്രാൻഡ് ഫാക്ടറി ആയിരുന്നു. നല്ല ഓഫറൊക്കെ കിട്ടിയായിരുന്നു. ഓഫർ കഴിഞ്ഞിട്ട് എനിക്ക് 2 ബാഗ് ഫ്രീ കിട്ടിയായിരുന്നു. ചില സമയമൊക്കെ നല്ല നല്ല ഓഫർ ഉണ്ടാവും ബ്രാൻഡ് ഫാക്ടറിയിൽ. ഇപ്പം പഴയ പോലെ ബ്രാൻഡ് ഫാക്ടറിന് അത്ര ക്ലോത്തൊക്കെ ഓക്കെ, എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത്ര വലിയ ഹാപ്പി അല്ല ഞാനിപ്പോൾ ബ്രാൻഡ് ഫാക്ടറിയിൽ. അതുകൊണ്ട് അതുപോലെ എന്താ പറയുക, ബ്രാൻഡ് ഫാക്ടറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടറി ഔട്ട്ലെറ്റാണ് ശരിക്കും. അപ്പോൾ ഈ ഔട്ട്ലെറ്റൊക്കെ കിട്ടുന്ന ഒരുപാട് ഷോപ്പ് വേറെ ഉണ്ട്. ബ്രാൻഡ് ഫാക്ടറിയൊക്കെ കുറച്ചൊന്ന് പഴയതായി, അവരൊന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ട ടൈം ആയി തുടങ്ങി. എന്തായാലും അതിപ്പോൾ നമ്മളെ ജിയോ മച്ചാൻ നമ്മളെ എംടെക്കിലെ ജിയോ മച്ചാനല്ല കേട്ടോ, നമ്മളെ അംബാനി മോൻ നമ്മളെ ബ്രാൻഡ് ഫാക്ടറിന് എടുക്കേണ്ട പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ എടുക്കുകയാണെങ്കിൽ ചില സമയം ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ നേരെ കാണുന്ന അതൊക്കെ ഏകദേശം ലാൽബാഗ് പാർക്കിൻ്റെ ഒരു സൈഡാട്ടോ, അങ്ങ് അവിടെയൊക്കെ കാണുന്നത്. Take my eyes open to force reality. Why can't you just let me eat my weight in glee? I live inside my own world of make-believe. Kids. അപ്പോൾ ഇതാണ് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ. നമ്മൾ ലാൽബാഗിൻ്റെ എൻട്രി ചെയ്ത് നമുക്ക് ഇവിടുന്ന് എവിടെന്നെങ്കിലും റൈറ്റ് എടുക്കണം. നെക്സ്റ്റ് റൈറ്റ് എടുത്താൽ കിട്ടുന്നതാണ് JC റോഡ്. അപ്പോൾ JC റോഡിലാണ് നമ്മളെ ഹെൽമെറ്റിൻ്റെ ഒക്കെ എന്താ പറയുക ഒരു സംഭവമുള്ള സ്ഥലം. എനിക്ക് ഏത് തരം ഹെൽമെറ്റ് വണ്ടിക്കലും JC റോഡിലാണ് ആൾക്കാർ വരുന്നത്. റോഡിൻ്റെ ഒക്കെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്. ഇത് ലാൽബാഗിൻ്റെ വേറൊരു എൻട്രി ആട്ടോ. JC റോഡിൻ്റെ ഒരു സൈഡാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ എല്ലാം വണ്ടികളെ ആക്സസറീസൊക്കെ വെക്കുന്ന ഷോപ്പാണ്. ഫുള്ള് നിങ്ങൾക്ക് വണ്ടീൻ്റെ ആക്സസറീസ്, അതായത് കാറിൻ്റെ എന്തെങ്കിലും ആക്സസറീസ്, സ്റ്റിക്കർ വർക്ക്, ഇതൊക്കെ ചെയ്യേണ്ടിക്കില്ലേ, ഈ റോഡാണ് ബെസ്റ്റ്. പ്രത്യേകിച്ച് സാറ്റർഡേ സൺഡേസൊക്കെ ഈ റോഡിൽ ആൾക്കാർ വരുന്ന മെയിനായിട്ട് വെച്ച് കഴിഞ്ഞാൽ വണ്ടീൻ്റെ പുതിയ വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നേരെ ആൾക്കാർ വന്ന് ഇവിടെ കൊണ്ടുപോയിട്ട് ചെയ്യാം. ഫുള്ള് കാണാം, ഫുള്ള് വണ്ടീൻ്റെ ആക്സസറീസ്, നമ്പർ പ്ലേറ്റ് ബോർഡ്, അതേപോലെ സ്റ്റിക്കറിങ് വർക്ക്, അതേപോലെ സീറ്റിൻ്റെ. ഇതാണ് ബാംഗ്ലൂരിൻ്റെ JC റോഡ്. ഈ റോഡ് എന്താ പറയാൻ നിൽക്കാറില്ല, ലാൽബാഗ് ഫോർട്ട് റോഡ് എന്നൊക്കെയാണ് കേൾക്കുന്നത്. അങ്ങനെ ആയിരിക്കും. അപ്പോൾ എൻ്റെ വണ്ടിക്കും കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചെയ്യാം, നല്ല അടിപൊളിയായിട്ട് ചെയ്യും. പക്ഷേ നല്ലോണം ബാർഗെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഇവിടെ വന്നിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് എടുത്താലാണ് JC റോഡ്. അപ്പം നമുക്കിനി ഹെൽമെറ്റിൻ്റെ ഷോപ്പിൽ വെച്ച് കാണാം. നമ്മൾ പറഞ്ഞ പോലെ ഹെൽമെറ്റ് ഷോപ്പിലെത്തിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഹെൽമെറ്റ്, എല്ലാ വെറൈറ്റിയും ഇതിൽ കിട്ടും. അപ്പോൾ ഹായ് സാർ, അപ്പോൾ നമ്മളിന്ന് വാങ്ങിയ ഹെൽമെറ്റ് ഇവിടെയുണ്ട്.